നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ബയോപിക്കിൽ പൃഥ്വിരാജാണ് അഭിനയിക്കണേന്ന്. ഞാൻ വെറുതെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നോക്കുമ്പോ ഇവിടെ ഒരു പരിചയമുള്ള മുഖം. ഞാൻ ഫസ്റ്റ് വിചാരിച്ച ഫാൻസ് ആരെങ്കിലും തലവിട്ട് വെട്ടിച്ചിരിക്കുകയാണ്. പക്ഷെ അല്ല, ഒഫീഷ്യൽ പോസ്റ്റർ. അതും മറ്റേ ബാഹുബലി എടുത്ത ആളില്ലേ, രാജമൗലി, അയാളെ പുതിയ സിനിമ വരുന്ന സിനിമയിലെ ഒഫീഷ്യൽ പോസ്റ്റർ. അതും പൃഥ്വിരാജ് ഒരു വീൽ ചെയറിലേക്ക് ഇരുന്നിട്ട്. ആ വീൽ ചെയറിനെ കാണാണെങ്കിൽ തന്നെ നമ്മൾ 24 സിനിമയിൽ സൂര്യ ഇരുന്ന ഒരു വീൽ ചെയറില്ലേ, ആ ലുക്കുള്ള ഒരു വീൽ ചെയറിന് മറ്റേ ഡോക്ടർ ഒക്ടേവിയസ് ഉണ്ട് സ്പൈഡർമാനിലെ വില്ലേ, അത് കണ്ടവർക്ക് അറിയാം. ആ കൈ വെച്ചു കൊടുത്തിട്ടുണ്ട്. അത്ര കൂറ പോസ്റ്റർ. ഇത് പോസ്റ്റർ ഉണ്ടാക്കാനാണ് എളുപ്പത്തിന് ഉണ്ടാക്കിയാണെന്ന് അറിഞ്ഞൂടാ. എന്നാലും കാണുന്ന ഡയറക്ടറിനെ ഒന്ന് ചിന്തിച്ചൂടെ, ഈ പോസ്റ്റർ ഇറങ്ങിയാൽ ആൾക്കാരെന്ത് ചിന്തിക്കുമെന്ന്. കറക്റ്റ് സ്റ്റീഫൻ ഹോക്കിംഗ് ഇരിക്കണ ഒരു എക്സ്പ്രഷനും, ഞാൻ പറഞ്ഞില്ലേ ആ വീൽ ചെയറിന്റെ കാര്യം കറക്റ്റ്. അപ്പൊ തന്നെ നമുക്ക് നമ്മളെ യൂട്യൂബ് ഒക്കെ എടുത്തൊക്കെ കാണാം. ഫുൾ അതിനെ പറ്റിയുള്ള ട്രോള് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യാം. ഇത് മാത്രമല്ല, ഈ ചാനൽ തുടങ്ങിയിട്ട് 2 മാസം. ഇങ്ങനെ സിനിമ, സീരീസ്, ആനിമ ഇങ്ങനത്തെ കണ്ടന്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാം. എന്നാലും പൃഥ്വിരാജിന്റെ ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നുന്നത് കമന്റ് ചെയ്യാം. പൃഥ്വിരാജിന്റെ മുഖം മാത്രം കാണിച്ചിരുന്നെങ്കിൽ ആ കുഴപ്പമില്ലായിരുന്നു. ഇത്ര വൃത്തിയായിട്ട രീതിയിൽ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റപ്പ്. ഇതിനെക്കാട്ട് നല്ലോണം എന്റെ ഫ്രണ്ട് എഡിറ്റ് ചെയ്യണം. അല്ല 100 രൂപ എടുത്ത് കൊടുത്താൽ അവ എഡിറ്റ് ചെയ്ത് തരും. അത്ര വൃത്തിയായിട്ട രീതിയിലുള്ള ഒരു പോസ്റ്റർ. ഇപ്പൊ സിനിമേന്റെ ബഡ്ജറ്റ് എത്രയോ 100 ഇല്ല, സിനിമയുടെ ബഡ്ജറ്റ് എത്ര 1000 കോടി അങ്ങനെ എന്തൊക്കെയാണ് പറയണ. എന്നിട്ടൊരു ഇവർക്കൊരു 5000 രൂപ എടുത്തൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ വയ്യ. അത്ര ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യാം. അത് മാത്രമല്ല, ഇന്നത്തോടുകൂടി നമ്മൾ മലയാളിയാക്കി ഒരു സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ സ്വന്തം രാജു ചേട്ടൻ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യാം.